ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈബ്രിഡൈസേഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ മെത്തേഡ് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിനകത്ത് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ്. നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് ഏത് മെത്തേഡാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹൈബ്രിഡൈസേഷൻ കാണാൻ വേണ്ടി ആദ്യം കാണുന്നത് നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. അതിനു വേണ്ടിയിട്ട് നാം ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മെത്തേഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ നമ്പർ ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമ്മൾ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കാണുന്ന സമയത്ത് 2 ആണ് കിട്ടുന്നതെങ്കിൽ SP ഹൈബ്രിഡൈസേഷനും, അതുപോലെ തന്നെ 3, 4, 5, 6 അല്ലെ 7 വരെ പോവാം. അപ്പം നമ്മൾ അതിന് ക്രമമായിട്ട് എന്ത് ചെയ്യാം, SP2, SP3, SP3D, SP3D2, അതുപോലെ 7 ആണെങ്കിൽ SP3D3 എന്നും കൂടെ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെത്തേഡ് 2ൽ പറയുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസ് അല്ലേ. അപ്പം നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസ് എവിടെയാണ് നമ്മളെ സെൻട്രലായിട്ട് ചുറ്റുമുള്ള ലോൺ പെയർ ഇലക്ട്രോൺസിൻ്റെ പെയറാണ് അല്ലെ, നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസ് ആയിരിക്കും. അതുപോലെ നമ്പർ ഓഫ് എന്താണ് സിഗ്മ ബോണ്ടും നമ്മൾ ആഡ് ചെയ്താൽ ഒരു നമ്പർ കിട്ടും. ആ നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈബ്രിഡൈസേഷൻ കാണാൻ പറ്റും. നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം NH3 മോളിക്യൂളിനകത്തുള്ള നൈട്രജൻ്റെ ഹൈബ്രിഡൈസേഷൻ കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് NH3യുടെ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ അല്ലേ. ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പം ഈ 5 ഇലക്ട്രോൺസിനകത്ത് ഓരോ ഇലക്ട്രോൺസ് എവിടെ പോയി, നമ്മുടെ ഹൈഡ്രജനുമായിട്ട് ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാക്കി. ഓക്കെ, അപ്പം ഇതൊക്കെ ആരാണ്, നമ്മുടെ നൈട്രജൻ്റെ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതിനകത്ത് ബാക്കി ഹൈഡ്രജനുമായിട്ട് എന്തുണ്ടാക്കിയത്, അത് ഒരു സിംഗിൾ ബോണ്ട്, നമ്മുടെ ഹൈഡ്രജനുമായിട്ടത് ഒരു സിംഗിൾ ബോണ്ട് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ സിംഗിൾ ബോണ്ട് ഫോം ചെയ്ത സമയത്ത്, ഹൈഡ്രജനുമായിട്ട് സിംഗിൾ ബോണ്ട് ഫോം ചെയ്ത സമയത്ത് ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാവും. അപ്പോൾ എത്ര സിംഗിൾ ബോണ്ട്സ് ഉള്ളത് ഇവിടെ, 1, 2, 3 അല്ലേ. അപ്പം മൊത്തം എത്ര സിഗ്മ ബോണ്ടാണ് ഉള്ളത്, 3 സിഗ്മ ബോണ്ട്. പ്ലസ് എത്ര ലോൺ പെയറാണ് ഉള്ളത്, കാരണം 5 ഇലക്ട്രോൺസ് ഓൾറെഡി ഉണ്ട്. അത് 3 ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, നമ്മുടെ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. ബാക്കി 2 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറാണ് അല്ലേ. അപ്പോൾ എത്ര പെയറാണ് ഉള്ളത്, ഒരു പെയർ. അപ്പം നമ്മുടെ നമ്പർ എത്ര കിട്ടും, 4 എന്ന് കിട്ടും. നമുക്കറിയാം നമ്മുടെ നമ്പർ 4 ആണെങ്കിൽ അത് ഏത് ഹൈബ്രിഡൈസേഷനാണ്, അത് SP3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഓക്കെ, റെഡി. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഓക്കെ, റെഡി അല്ലേ. ഇത് നമ്മുടെ SF4 മോളിക്യൂളാണ്. SF4 ആണല്ലേ. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഫ്ലൂറിനുമായിട്ടാണ് ഇവിടെ നമ്മുടെ സൾഫർ ആറ്റം ബോണ്ടിങ് ഉണ്ടാക്കുന്നത്. ഇവിടെ 1, 2, 3, 4 സിംഗിൾ ബോണ്ട് ആരുമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫ്ലൂറിനുമായിട്ട് നമ്മുടെ സൾഫർ അല്ലേ. എത്രയാ, 1, 4 സിംഗിൾ ബോണ്ടുകൾ ആരുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഫ്ലൂറിനുമായിട്ട് ഉണ്ടാക്കും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്നാലും 4 സിംഗിൾ ബോണ്ട് ഉണ്ടാക്കിയ ശേഷവും നമ്മുടെ സൾഫറിനകത്ത് 2 ഇലക്ട്രോൺസ് പിന്നെയും ബാക്കിയാവും. അപ്പോൾ എത്ര ലോൺ പെയർ ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്, എത്ര പേരുണ്ട്, എത്ര, ഒരു പെയർ അല്ലേ. 2 ഇലക്ട്രോൺസ് പറഞ്ഞാൽ ഒരു പെയറാണ്. അപ്പം ടോട്ടൽ സിഗ്മ ബോണ്ട്സ് എത്ര ഇവിടെ ഉള്ളത്, 4 സിംഗിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് 4 സിഗ്മ ബോണ്ടാണ്. പ്ലസ് എത്ര ലോൺ പെയർ ഉണ്ട്, 1. അപ്പോൾ എത്ര കിട്ടില്ല, 5 എന്ന് കിട്ടും. അതായത് നമ്മുടെ നമ്പർ 5 ആയതുകൊണ്ട് അത് ഏത് ഹൈബ്രിഡൈസേഷനാണ്, അത് SP3D ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഇതേപോലെ നമുക്ക് ഏതൊരു മോളിക്യൂൾ തന്നാലും അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ 2 മെത്തേഡ്സ് എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് പരിശീലിക്കുക. അപ്പം എളുപ്പത്തിൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.